ഹലോ, നമസ്കാരം. മാർച്ച് 27-ാം തീയതി നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടിയിട്ട് കാത്തിരിക്കുന്ന സിനിമ എമ്പുരാൻ ഇറങ്ങാൻ വേണ്ടി പോവുകയാണല്ലോ. സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നി. അതായത് ആ നടനുണ്ടോ, ഈ നടനുണ്ടോ, ഇത് ആ നടനാണോ, എന്തെങ്കിലും ഒരു ഹിന്റ് തരാവോ, എന്തെങ്കിലുമൊക്കെ സിനിമയെ കുറിച്ച് പറയാവോ? എന്തിന് പറയണം? എന്തിനാണ് ഇതൊക്കെ അല്ലെങ്കിലും ചോദിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്? അറിയാൻ മേലാത്തോണ്ട് ചോദിക്കണേ ഞാൻ. ചില ഇന്റർവ്യൂസിലൊക്കെ ചില ആങ്കർമാര് ഈ എമ്പുരാനുമായി ബന്ധപ്പെട്ടിട്ട് ചില ആർട്ടിസ്റ്റുകളോടൊക്കെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പോകുന്നത് എന്തിനാ? അവരത് പറയില്ല, അവരത് പറയാനും പാടില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പറയാനും പാടില്ല. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അവോയ്ഡും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഓക്കെ, നിങ്ങളിത് ചോദിക്കാനേ പാടില്ല എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. അതൊക്കെ ചോദിക്കുന്നവരുടെ സ്വാതന്ത്ര്യമാണ് എന്ത് ചോദിക്കണം എന്നുള്ളതൊക്കെ. പക്ഷെ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ എനിക്ക് പലപ്പോഴും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് കേൾക്കുന്ന സമയത്ത് എന്ന് ഫീൽ ചെയ്യാറുണ്ട്. കാരണം ഇത്രയേ ഉള്ളൂ, ഞാൻ ചിന്തിക്കുന്നത് ഇത്രയേ ഉള്ളൂ. സിനിമയുടെ പുറകിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഒരു വലിയ സിനിമ എടുത്തു വെച്ചിരിക്കണം. അവര് നമ്മുടെ മുമ്പിലേക്ക് ഒരു സാധനം, സർപ്രൈസ് എലിമെന്റ്സ് ഉണ്ടോ എന്തൊക്കെയാണെന്നും നമുക്ക് അറിയില്ല. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ എന്തോ ആയിക്കോട്ടെ, അത് നമുക്ക് അങ്ങോട്ട് തരികയാണ്. അത് സർപ്രൈസ് ആണ്. അപ്പൊ അങ്ങനെ അവര് പ്രേക്ഷകർക്ക് തരാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സമയത്ത് തരുമില്ല എന്നുള്ളത് എനിക്കറിയില്ല. എപ്പോഴും ഞാൻ പറയണു എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ അവർക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് തരാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് അത് സർപ്രൈസ് ആയിട്ട് തന്നെ നമ്മൾ ഉൾക്കൊള്ളുക, അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പൊ സർപ്രൈസ് ആയിരിക്കണം. അത് ആങ്കർമാരാണെങ്കിലും ഇത് ഇങ്ങനെ ഓരോന്ന് കുത്തി ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ആകാംക്ഷയുണ്ട്. ഇപ്പൊ ആങ്കർമാർക്കും ചിലപ്പോൾ ആകാംക്ഷ ഉണ്ടാവും, നമ്മളെ പോലത്തെ പ്രേക്ഷകർക്കും ആകാംക്ഷയുണ്ട്. ആരൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഇനി വരാൻ വേണ്ടി പോകണം, ഇനി വല്ല സർപ്രൈസുകൾ ഉണ്ടോ എന്നൊക്കെ അറിയാനുള്ള ക്യൂരിയോസിറ്റി ആക്ച്വലി ഉണ്ട്. പക്ഷെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ നമ്മൾ ഇതിന്റെ പുറകെ ഇങ്ങനെ പോയിട്ട് ആരെ എന്താന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അറിഞ്ഞു കഴിഞ്ഞാലും സിനിമ കാണുമ്പോൾ നമുക്ക് ആ സർപ്രൈസ് മൊമെന്റ്സ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ എക്സൈറ്റഡ് ആവും, ഇല്ലെന്നല്ല. പക്ഷേ നമ്മൾ ഒരു തേങ്ങാപ്പിണ്ണാക്കും അറിയാതെയും ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് അറിയാണ്ടൊക്കെ പോയി കണ്ടിട്ട് പെട്ടെന്ന് അവിടുന്ന് ആ ദിവസം ആ മൊമെന്റിൽ കാണുന്ന സമയത്ത് കിട്ടുന്നൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, ഹൈ മൊമെന്റ് ഉണ്ട്. അത് നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ശ്രമിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി കാത്തിരിക്കേണ്ടത്. അപ്പൊ ഈ ആങ്കർമാരാണെങ്കിലും ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചോക്ക്. ഇപ്പൊ ഈ നടനുണ്ടോ ആ നടനുണ്ടോ എന്തെങ്കിലും ഹിന്റ് തരുമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർക്ക് ഇപ്പൊ സർപ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? അതിലിപ്പോ യെസ്സും പറയണ്ട നോവും പറയണ്ട എന്നുള്ളൊരു അവസ്ഥ ആക്ച്വലി ഉണ്ട് സർപ്രൈസ് ആവുന്ന സമയത്ത്. അപ്പൊ അവര് ഇതിൽ ഏതെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാലും കേൾക്കുന്ന പ്രേക്ഷകന് ചിലപ്പോ കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് എന്തെങ്കിലും ഒരു ഹിന്റ് പരിപാടികളൊക്കെ കിട്ടും. അവരെന്ത് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഹിന്റ് ആക്ച്വലി കിട്ടും. അപ്പോൾ അവരെ കൊണ്ട് അത് എന്താണ് പറയുക, ഇന്റർവ്യൂസിന് മുമ്പ് തന്നെ ഈ പറഞ്ഞ ആക്ടേഴ്സ് ആയിക്കോട്ടെ, ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ആർട്ടിസ്റ്റുകൾ ആരും ആയിക്കോട്ടെ, അവർ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അവോയ്ഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ പറയുക. ആങ്കർമാരാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സർപ്രൈസ് ആയിരിക്കണം. അത് അങ്ങനെ തന്നെ കിടക്കട്ടെ, ഒന്നും ചോദിക്കല്ലേ, ഒന്നും അവരെ കൊണ്ട് പറയിപ്പിക്കാനും ശ്രമിക്കേണ്ട. അത് പലപ്പോഴും ഓക്വേർഡായിട്ട് ആക്ച്വലി തോന്നുന്നുണ്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ ഇന്റർവ്യൂസിന്റെ അകത്ത് വരുന്ന സമയത്ത്. ഇത് എനിക്ക് മാത്രം തോന്നിയിട്ടുള്ള കാര്യമല്ല, പലർക്കും ഇത്തരത്തിലുള്ളൊരു തോന്നുന്നുണ്ട്. ആങ്കർമാർ എന്തിനാ ഇത്തരത്തിലുള്ളത് സർപ്രൈസ് എലമെന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, സർപ്രൈസ് മൊമെന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കുത്തി ചോദിച്ചിട്ട് എന്തിനാ പടമിറങ്ങട്ടെ, കാണാൻ വേണ്ടിയിട്ടല്ലേ കാത്തിരിക്കണേ. പലർക്കും ഇത്തരത്തിലുള്ള ചോദ്യങ്ങളോട് വിയോജിപ്പുണ്ട് പ്രേക്ഷകർക്ക് ആക്ച്വലി. ഇതിപ്പോ പറയാൻ കാരണം 27-ാം തീയതി പടം ഇറങ്ങാൻ വേണ്ടി പോകണം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഈ ഇന്റർവ്യൂസ്, പ്രസ്, തേങ്ങ കൊല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിപാടികൾ ഇനി വരാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. ഗംഭീരമായിരിക്കും, പുകയായിരിക്കും സോഷ്യൽ മീഡിയയിൽ. അപ്പൊ എന്തായാലും കുറെ ആങ്കർമാർ ഇത്തരത്തിലുള്ള ചോദ്യം ഇങ്ങനെ കുത്തി എന്തെങ്കിലും പറയോ, ഹിന്റ് തരുമോ, എനിക്കിത് കേട്ടാ പൊളിയും. ഹിന്റ് തരുമോ, എന്തായിരിക്കും, ആരായിരിക്കും, അത് ആരായിരിക്കും എന്നൊരു സൂചന ചെറുതായിട്ട് ചിലരിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നേ. എന്തിന്? പൊട്ടനാണ് അല്ലെങ്കിൽ പൊട്ടിയാണ് അങ്ങനെ ചോദിക്കാൻ വേണ്ടി പോകുന്ന പൊട്ടന്മാരാണ്. സർപ്രൈസ് അല്ലേ, സർപ്രൈസ് എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിക്കുന്നു മാത്രം. അവർ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ പല കാര്യങ്ങളും നിങ്ങൾ സിനിമ കാണൂ, സിനിമ ആദ്യമായിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യൂ എന്നുള്ളൊരു മൂഡിൽ അവർ നമുക്ക് എന്തെങ്കിലും സമ്മാനിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ തന്നെയാണ് അത് സ്പോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. എന്ത് കാര്യത്തിന്? വെയിറ്റ് ചെയ്യുക, പടം ഇറങ്ങണ വരെ വെയിറ്റ് ചെയ്യുക, പോയി കണ്ടിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം.
പിന്നെ വേറൊരു റിക്വസ്റ്റും കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പോൾ ലൂസിഫർ നമുക്കറിയാം, ഒരുപാട് ലേയേഴ്സ് ഉള്ള, അതിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിനും കുറച്ച് സമയത്തേക്ക് വന്നു പോകുന്ന ആളുകൾക്ക് ഒരു ഭീകരമായ ഡെപ്ത് ഉള്ള അത്രയും ഗംഭീര ഒരു സിനിമയായിരുന്നു ലൂസിഫർ. എമ്പുരാനാണെങ്കിലും അതിനെക്കാട്ടിലും വലിയ രീതിയിൽ ഇറങ്ങുന്ന ഒരു സാധനമാണെന്നുള്ളത് നമുക്ക് ആക്ച്വലി അറിയാം. ഫസ്റ്റ് ദിവസം സിനിമ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് അങ്ങനെ പോകുന്ന ആൾക്കാർക്ക് ഭാഗ്യം, പോകാൻ വേണ്ടി പറ്റുന്നവർക്ക് ഭാഗ്യം. പക്ഷെ ഇത് പല സിനിമകൾക്കും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. വലിയ വലിയ സിനിമകൾ വരണ സമയത്ത് തിയേറ്ററിൽ പോയിട്ട് പ്രധാനപ്പെട്ട സീനുകൾ, പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് യൂട്യൂബിൻ്റെ അകത്ത് അങ്ങോട്ട് പോസ്റ്റ് ചെയ്ത് വിടുന്നൊരു പരിപാടിയുണ്ട്. പറഞ്ഞ അടുത്തൊരു കാര്യമാണ്, ഒരു സിനിമാ പ്രേമി എന്നുള്ള രീതിയിൽ സംസാരിക്കണേ. അതിന് മുമ്പും സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് സെയിം. അറ്റ്ലീസ്റ്റ് ഇത് എമ്പുരാൻ വരാൻ വേണ്ടി പോകുന്ന സമയത്ത് എങ്കിലും ആ ഊമ്പിയ പരിപാടി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ശ്രമിക്കുക. ഇൻട്രോ സീന് പോലും ഫോട്ടോ എടുത്തിട്ടിടല്ലേ, ഇൻട്രോ സീന് പോലും വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടല്ലേ. അത് എൻകറേജ് ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ ഒക്കെ ആളുകൾ വീഡിയോസ് ഇടുന്ന സമയത്ത് അപ്പം തന്നെ അടിച്ച് തൂഫാനാക്കി കൊടുക്കണം. ഇത് പറഞ്ഞാലും ആൾക്കാർ ചെയ്യാതിരിക്കത്തൊന്നുമില്ല, അത് വേറെ കാര്യം, ചെയ്യും. പക്ഷെ റിക്വസ്റ്റ് ആണ്, പ്ലീസ് സിനിമ കാണുന്ന ആൾക്കാർ പോയി കണ്ടിട്ട് എൻജോയ് ചെയ്തിട്ട് വാ. പോയിട്ട് കാണാൻ വേണ്ടിയിട്ടിരിക്കണവരെ സ്പോയിൽ ചെയ്യല്ലേ അത് ദയവ് ചെയ്തിട്ട്. ചില വേട്ടാവളിയന്മാർ ഇന്റർവെൽ ബ്ലോക്കും പ്രധാനപ്പെട്ട സാധനങ്ങളും ക്ലൈമാക്സും ഒക്കെ എടുത്തിട്ട് ഷൂട്ട് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു 4-5 മണിക്കൂർ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ അത് ഓടും. അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ടൊക്കെ അത് അടി കിട്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് അത് പോകത്തൊക്കെ ഉള്ളൂ. പക്ഷെ ആ സമയം കൊണ്ട് എന്തോരം ആൾക്കാരത് കാണും. കാണുന്ന ആൾക്കാർ എന്താ പറയുക, ക്യൂരിയോസിറ്റി കൊണ്ടാണ് ഈ കുത്തി നോക്കുന്നത്. ക്യാമറ പ്രിന്റ് ആണെങ്കിലും കുത്തി നോക്കുന്നത് ക്യൂരിയോസിറ്റി കൊണ്ടാണ്. പക്ഷെ ആ കുത്തി നോക്കുന്ന ആൾക്കാർ പോലും തിയേറ്റർ എക്സ്പീരിയൻസ് സ്പോയിൽ ചെയ്യാണ് ആക്ച്വലി ചെയ്യുന്നത്. കാരണം തിയേറ്ററിൽ സർപ്രൈസ് ആയിട്ട് നമ്മൾ ഈച്ച് ആൻഡ് എവറി മൊമെന്റ്, സിംഗിൾ മൊമെന്റ് പോലും എൻജോയ് ചെയ്യേണ്ടടുത്ത് അല്ലെങ്കിൽ എക്സൈറ്റഡ് ആവേണ്ടടുത്ത് നമ്മൾ ഇവിടുന്ന് യൂട്യൂബിൽ ആൾക്കാർ ക്യാമറയിൽ എടുക്കുന്ന സാധനം കാണ്ടി വരിക എന്ന് പറയുന്ന ഒരു ഗതികെട്ട അവസ്ഥയാണ്. അത് കണ്ടാലും സിനിമയ്ക്ക് പോകുന്ന സമയത്ത് നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഈസ് ഓൾവേസ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്നാണ്. അത് തിയേറ്ററിൽ നിന്ന് കിട്ടിയ അത്രയും നന്ന്. അപ്പോൾ ഇത് സിനിമാക്കാർ, ഈ സിനിമയുടെ എന്നല്ല ഏത് സിനിമയുടെ ആയിക്കോട്ടെ, സിനിമാക്കാർ ഇത് വളരെ പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. തിയേറ്ററുകാർ ഇത് വളരെ പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. സിനിമ തുടങ്ങിയിട്ട് ക്യാമറ ഒരു പരിധി വിട്ടിട്ട് പൊക്കി പിടിക്കണ കണ്ടു കഴിഞ്ഞാൽ അവനെ ചെവിക്കല്ല് നോക്കി പൊട്ടിച്ചിട്ട് അവൻ്റെ ക്യാമറയും പിടിച്ച് മാറ്റിയിട്ട് അവനെ പുറത്തേക്ക് ഇറക്കി വിടാനുള്ള സംവിധാനം ആക്ച്വലി ഇവിടെ ഉണ്ടാവണം. തിയേറ്റേഴ്സ്, സിനിമയുടെ പുറകിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇത് സോഷ്യൽ മീഡിയയിൽ വീഡിയോസും ക്ലിപ്പൊക്കെ ഇടുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ നിന്ന് അടിച്ചു തൂക്കണം. പെട്ടെന്ന് തന്നെ തൂക്കാനായിട്ട് ആൾക്കാരെ നിർത്തണം. അതേപോലെ തന്നെ തിയേറ്ററുകാരുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഈ ക്യാമറ പൊക്കി പിടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് അത് അത്തരത്തിലുള്ള ആൾക്കാരെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അത് തിയേറ്റർ അതോറിറ്റീസ് അത്തരത്തിലുള്ള ആൾക്കാരെ വെളിയിലാക്കാനുള്ള സംവിധാനം ആക്ച്വലി ഉണ്ടാവണം. ഇത് സിനിമ കണ്ടുകൊണ്ടിരിക്കും കുറേ ആൾക്കാർ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കും, ഇങ്ങനെ ഇരിക്കും. എന്തൊരു ഡിസ്റ്റർബൻസ് ആണത്. കുറച്ചൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല, ഒരു ഇൻട്രോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ പോലും എടുക്കുന്ന എനിക്ക് യോജിപ്പില്ല. പക്ഷെ അത് വരെയാണെങ്കിൽ കുഴപ്പമില്ല. അതിനപ്പുറം ആൾക്കാർ ഇങ്ങനെ ഇരിക്കും തും പിടിച്ചുകൊണ്ട്. ഇതിൻ്റെയൊക്കെ സുഖം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് തന്നെയാണോ ഇതൊക്കെ ചെയ്യുക, എനിക്കറിയില്ല. സം പീപ്പിൾ ആർ സെൽഫിഷ്. ഇപ്പം ദൃശ്യം, ഞാൻ 1-2 ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ദൃശ്യം കാണാൻ വേണ്ടി പോയപ്പോൾ എനിക്ക് ഉണ്ടായ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, അതാണ് ഞാൻ ആ വീഡിയോൻ്റെ അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സിനിമ എനിക്ക് മാത്രമല്ല ഒരുപാട് ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവമാണ്. ആ സിനിമ ഏത് ജോണറിൽ പെട്ട സിനിമയാണ് എന്നൊന്നും ആ സിനിമ ആദ്യം കാണാൻ വേണ്ടി പോയ ആളുകൾക്ക് അറിയത്തില്ല. ഇപ്പം എൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, നമ്മളെന്താ ഇത് ലാലേട്ടൻ്റെ സാധാരണ ഒരു സിനിമ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കാണാൻ വേണ്ടി പോകണത്. കാരണം അതിൻ്റെ പോസ്റ്റർ വാഴത്തോട്ടത്തിൻ്റെ അകത്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരു സാധനം ഫാമിലി പളയിരിക്കുന്നു വിചാരിച്ചിട്ട് സിവില്ലിയായിട്ട് പോയി കണ്ട ഒരു സിനിമയാണ്. പക്ഷെ സിനിമ തിയേറ്ററിൽ കയറി കണ്ടിട്ട് അങ്ങനെ ഉൾട്ടയടിച്ച് വേറെ മൂഡിൽ സിനിമ പോവുക, ഞെട്ടിത്തെരിച്ചു പോയി. മാജിക്കൽ മൊമെന്റ് ആയിരുന്നത്. സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞു, അതായിരുന്നു സർപ്രൈസ്. അറിയാണ്ട് കയറി ചെന്നിട്ടേ അതായിരുന്നു സർപ്രൈസ്. സിനിമ കാണാൻ വേണ്ടി കയറി ചെന്ന പോലെ അല്ല സിനിമ കണ്ട് ഇറങ്ങി വന്ന സമയത്ത് ഭീകര എക്സൈറ്റ്മെന്റ് മാറാൻ കുറെ സമയം എടുത്തു ആക്ച്വലി. അതായത് പടം നമ്മൾ സാധാ പോലെയൊക്കെ തുടങ്ങിയത് ഇങ്ങനെ പോകുന്നു, പിന്നെ പോകെ നമ്മൾ എൻഗേജ്ഡ് ആവുക. നമ്മൾ സീറ്റിന്റെ അറ്റത്ത് പോയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. സീറ്റ് അടിച്ച് ത്രില്ലർ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു സാധനം.
അപ്പോൾ അത് അങ്ങനെയൊക്കെ നമുക്കൊരു സിനിമ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഭാഗ്യം അല്ലേ? ആ സിനിമയെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ആ സിനിമ ഒരു തേങ്ങ അറിയാതെ ഒരു ബ്ലാങ്ക് ആയിട്ട് പോയി കണ്ടിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ആളുകളൊക്കെ ഭാഗ്യവന്മാരും ഭാഗ്യവതികളുമാണ് ആക്ച്വലി. ഇപ്പം ഇന്നത്തെ കാലത്ത് നമുക്ക് എന്താ പറയുക, ഒരു സിനിമയുടെ ജോണർ എന്താ എന്നറിയാതെ പോകുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കാരണം സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവാണ്. ട്രെയിലർ, ടീസർ, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അത് കാണാനും ആൾക്കാർ പണ്ടത്തെക്കാട്ടിലും ഇപ്പോഴും കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്ത് ജോണറാണെന്നുള്ളതൊക്കെ ഒരു പരിധി വരെയൊക്കെ നമുക്ക് പടത്തിന് കയറുന്നതിന് മുമ്പ് പറയാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ എന്താ പറയുക, ഈ ആക്ടേഴ്സ് അതിലാരൊക്കെയാണ്, ഇനിയിപ്പോൾ സർപ്രൈസ് ഉണ്ടോ ഇല്ലയോ, സർപ്രൈസിങ് മൊമെൻറ്റ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു പരിപാടികളൊക്കെ നമ്മളും പരമാവധി അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് പറയുന്നൊരു കാര്യം ആക്ച്വലി ഉണ്ട്. മനസ്സിലായ? ഇതിപ്പോൾ ആങ്കർമാരുടെ ചോദ്യങ്ങളൊന്നും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ വീഡിയോസ് ചെയ്യുന്ന ആളുകളുണ്ട്, അവരുടെ വീഡിയോസ് ഇടുന്നതിന് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇതൊന്നും ഞാൻ ആൾക്കാരെ ആരെയും ഞാൻ കുറ്റമോ ഒന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഒരു പ്രേക്ഷകർ എന്നുള്ള രീതിയിൽ ഒരു കൺസേൺ പറയുകയാണെന്നുണ്ടെങ്കിൽ, ലൈക്ക് നമ്മൾ പരമാവധി ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ഹിൻറ്റും അല്ലെങ്കിൽ ഒരു സർപ്രൈസ് മൊമെൻറ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതിൻ്റെ പുറകെ പോകാതിരിക്കുന്നതാണ് ആക്ച്വലി നല്ലത്. കാരണം അത് നമ്മുടെ ആസ്വാദനത്തിന് തന്നെ 100% ആസ്വാദനം കിട്ടേണ്ടടുത്ത് 90% അതങ്ങ് ഒതുങ്ങിപ്പോകും. നമുക്ക് 100 തന്നെ എന്താണ് പറയുക, എക്സ്പീരിയൻസ് ഉണ്ടാവട്ടെ എന്നേ. നമുക്ക് ട്രെയിലർ കാണാം, ടീസർ കാണാം, മിണ്ടാതിരിക്കാം, കലാസ്. ബാക്കി നമുക്ക് സിനിമ ഇറങ്ങുന്നവരെ എക്സൈറ്റ്മെൻറ്റിൽ ഇരിക്കാം, ആകാംക്ഷയോട് കൂടിയിട്ടിരിക്കാം, ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ടിരിക്കാം. നമുക്ക് സിനിമ തിയേറ്ററിലേക്ക് പോയിട്ട് വളരെ ആ സമയത്തൊരു ഫ്രഷ് ഫീലിങ്ങോട് കൂടിയിട്ട് കാണാടോ. ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് മൊമെന്റ്സ് ഉണ്ടെങ്കിൽ, സർപ്രൈസിംഗ് ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ എൻട്രി ഉണ്ടെന്നുണ്ടെങ്കിൽ ഗുഡ്, അപ്പം നമുക്ക് ഹൈ കിട്ടും. അതുപോലെ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എബ്രഹാം ഓസ്ലർ സിനിമ, കുറേ ആളുകളൊക്കെ അതിൽ മമ്മൂട്ടി ഉണ്ട് എന്നൊക്കെ തന്നെ അറിഞ്ഞിട്ടാണ് പോയത്. പക്ഷെ നമ്മുടെ FRK വ്ളോഗ്സിന് ആ സിനിമ കാണാൻ വേണ്ടിയിട്ട് പോണതിന് മുമ്പ് അതിൽ മമ്മൂട്ടി ഉണ്ട് എന്നൊന്നും അറിയണ്ടായിരുന്നില്ല കേട്ടോ. പുള്ളി അങ്ങനെ എനിക്ക് തോന്നുന്നു ട്രെയിലറും ടീസറോ അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികളൊന്നും കൂടുതൽ കാണാറോ പിടിക്കാറോ ഒന്നും ഇല്ല തോന്നുന്നു. എല്ലാത്തിൻ്റെ ഒന്നും കാണാറില്ലേ തോന്നുന്നു. ഇപ്പോൾ എബ്രഹാം ഓസ്ലറിൻ്റെ കേസിൽ പുള്ളി ഒരു അപ്ഡേറ്റോ ഒന്നും കാണാണ്ടേ അറിയാണ്ടാണ് പുള്ളി പോയത് ആ സിനിമ കാണാൻ. ആ സിനിമ കാണാൻ വേണ്ടിയിട്ട് പോയിട്ട് പെട്ടെന്ന് മമ്മൂട്ടിയുടെ എൻട്രി വന്ന സമയത്ത് മൂപ്പർക്ക് ഭീകര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അല്ലെങ്കിൽ മൂപ്പര് ഞെട്ടിപ്പോയി ആ സിനിമയിൽ പുള്ളിനെ കണ്ടിട്ട്. അപ്പം ആ ഒരു ഹൈ ആക്ച്വലി ഉണ്ട്. അത് പുള്ളി വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അറിയാതെ പോയതുകൊണ്ടാണ്. അല്ല, അതിൻ്റെ ടീസറോ ട്രെയിലറോ ഒക്കെ വന്ന സമയത്ത് മമ്മൂട്ടിയുടെ ശബ്ദം വന്നു, അത് വേറെ കാര്യം. പക്ഷെ അത് കാണാത്ത ആൾക്കാർക്ക്, ഇത് അറിയാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം തിയേറ്ററിൽ പോയിട്ട് പെട്ടെന്ന് മമ്മൂട്ടിയെ കണ്ട സമയത്ത് എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ആക്ച്വലി ഉണ്ടായിരുന്നത്. അപ്പം അതൊക്കെ ഒരു ഭാഗ്യമാണ്. മനസ്സിലായി? അങ്ങനെ കാണാൻ വേണ്ടി പറ്റുക എന്ന് പറയുന്നൊരു ഒരു ഭാഗ്യമാണ് ആക്ച്വലി. ഞാനാണെങ്കിലും ഇപ്പോൾ ഈ സിനിമയുടെ പുറകിൽ വർക്ക് ചെയ്യുന്ന ആളുകളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു വലിയ സിനിമ ഇറക്കുന്ന സമയത്ത് അതിൽ സർപ്രൈസിങ് എലമെൻറ്റ്സ്, സർപ്രൈസിങ് മൊമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങളത് റിവീൽ ചെയ്യണ്ട. നിങ്ങളത് റിവീലും ചെയ്യണ്ട, ഹിൻറ്റും കൊടുക്കണ്ട. ആങ്കർമാർ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അരുതെന്ന് പറഞ്ഞിട്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. തുടക്കം തന്നെ അത് റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ എനിക്ക് ആക്ച്വലി പറയാനുള്ളത്. ബിക്കോസ് ചില സിനിമകളൊക്കെ അങ്ങനെയാണ്. ചില സിനിമകൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ. പെട്ടെന്ന് പോയി കാണുക, ഞെട്ടുക എന്ന് പറയുന്നൊരു സാധനങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സിനിമ ഞാൻ അങ്ങനെ കാണാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ മാത്രമല്ല, ഒരുപാട് ആൾക്കാർ അങ്ങനെ കാണാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എമ്പുരാൻ അതൊരു എന്താ പറയുക, എന്തൊരു പടമാണോ അത്. ലൂസിഫർ, മുരളി ഗോപി. നമ്മളെപ്പോഴും പൃഥ്വിരാജിനെ കുറിച്ചിട്ട് കുറേ സംസാരിക്കും. ആസ് എ ഡയറക്ടർ എന്നുള്ള രീതിയിൽ പൃഥ്വിരാജിനെ കുറിച്ച് സംസാരിക്കും, മോഹൻലാലിനെ കുറിച്ചിട്ട് സംസാരിക്കും. പക്ഷേ ഞാൻ എപ്പോഴും ഇവരെക്കാട്ടിലും കൂടുതൽ ഞാൻ ഭയങ്കരമായിട്ട് ഉറ്റുനോക്കുന്നത്, ഭയങ്കര റെസ്പെക്റ്റോട് കൂടിയിട്ട് കാണുന്ന, ആകാംക്ഷയോട് കൂടിയിട്ട് കാണുന്നത്, ഓഫ് കോഴ്സ് പൃഥ്വിരാജിനെ മോഹൻലാലിനെ കാണുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ അതിൻ്റെ മുകളിലാണ് ഞാൻ മുരളി ഗോപി എന്ന് പറഞ്ഞ റൈറ്റർക്ക് കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാനം, ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ. കാരണം ഹീസ് എ ബ്രില്യൻറ്റ് റൈറ്റർ. എജ്ജാതി എഴുത്താണ് അയാളുടെ, എജ്ജാതി എഴുത്താണ്. എന്തോരം ലെയേഴ്സാണ് അയാൾ ഒരു സിനിമയിൽ കൊണ്ടുവരുന്നത്. അത് മാരകമല്ലേ?
ലൂസിഫർ കുറെ സംസാരിച്ചതാണ് നമ്മൾ. ഒരുപാട് ലേയേഴ്സ് ഉള്ള, ഒരുപാട് ഡെപ്ത് ഉള്ള കഥാപാത്രങ്ങൾ, ഓരോ ഡയലോഗ്സ്, എവറിത്തിങ്. അത് അയാളുടെ തലേന്ന് വരുന്ന സാധനങ്ങളാണ്. ടിയാൻ, മുരളി ഗോപിയുടെ എഴുത്ത് എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. അത് ബോക്സ് ഓഫീസിൽ എന്തായെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ കിടിലൻ സാധനമായിരുന്നു, കിടിലൻ എഴുത്തായിരുന്നു ടിയാൻ്റെ. അതുപോലെ കമ്മാര സംഭവം, അന്ന് അത് വലിയ സക്സസ് ആയോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ കമ്മാര സംഭവം കിടിലൻ എഴുത്തായിരുന്നു അത്. പക്ഷെ ഇപ്പോൾ അത് കൾട്ട് ക്ലാസിക്കൊക്കെ ആയിട്ടൊക്കെ അത് അറിയപ്പെടുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം ആളുകൾക്ക് ആ സിനിമ ഇഷ്ടപ്പെടുന്നുണ്ട്, അതിന് 2ാം ഭാഗം വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് അയാളുടെ എഴുത്താണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എമ്പുരാൻ്റെ കേസിൽ ഞാൻ ഇത്രയും കൺസേൺഡ് ആയിട്ട് സംസാരിക്കുന്നത്, ഓക്കെയാ പൃഥ്വിരാജ് ആസ് എ ഡയറക്ടർ വരുന്നു, മുരളി ഗോപി എഴുത്ത്, പൃഥ്വിരാജ് മോഹൻലാൽ എന്നുള്ളതിനെക്കാട്ടിലും ഉപരി മുരളി ഗോപിയുടെ എഴുത്താണ്, ലെയേഴ്സ് ഉണ്ട് ഒരുപാട്. ഇപ്പോൾ ലൂസിഫറിൽ ടോവിനോ വരുന്ന സീന്, ടോവിനോ പ്രസംഗിക്കുന്ന സീൻ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ സിനിമയ്ക്കകത്ത് ആ പ്രസംഗിക്കുന്ന സീന് ആരെങ്കിലും, ഇപ്പം ഇന്നത്തെ കാലത്താണെന്നുണ്ടെങ്കിൽ ആ പ്രസംഗിക്കുന്ന സീന് ആരെങ്കിലും വളരെ കാര്യമായിട്ട് ക്യാമറയും തൂക്കി പിടിച്ചുകൊണ്ട് ഈ പണ്ടാരം മൊത്തം ഷൂട്ട് ചെയ്തിട്ടാണ് പുറത്തേക്ക് വിട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും ആ സമയത്ത് കാണുമ്പോൾ ഒരു ഹൈയും പോയി, നഷ്ടപ്പെട്ട്. ഇപ്പോൾ ബ്രഹ്മയോഗം മമ്മൂക്കയുടെ അതിൽ കോഴിക്കഷ്ണം ഭയങ്കര കാര്യമായിട്ട് തിന്നിട്ട് ഇരിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. അത് ആ ഇറങ്ങിയ സമയത്ത് തന്നെ ഇത് ക്യാമറയിൽ ഷൂട്ട് ചെയ്തും വിട്ട് പുറത്തേക്ക് വിട്ടാൽ എങ്ങനെ ഉണ്ടാവും? പോയി. നമുക്ക് അവിടെ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു സൂചന ആക്ച്വലി കിട്ടും. അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ ചില സൂചനകളും ഹിന്റുകളും നമ്മുടെ മനസ്സിൻ്റെ അകത്ത് തന്നെ പലതിൽ നിന്നും മനസ്സിലാക്കിയത് ഉണ്ടാവുമായിരിക്കും. അതവിടെ കടന്നോട്ടെ. പക്ഷേ നമ്മളത് ഉറപ്പ് വരുത്തുന്നതായിട്ടുള്ള സാഹചര്യം ഉണ്ടാവാതിരിക്കുക എന്ന് പറയുന്നൊരു കാര്യം ആക്ച്വലി ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, സിനിമയിലെ സീനുകൾ, പ്രധാനപ്പെട്ട സീനുകൾ സോഷ്യൽ മീഡിയയിൽ വരാതിരിക്കാനുള്ള സാഹചര്യം ആക്ച്വലി ഉണ്ടാവണം. അതിന് ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കാതെ ഉള്ളൊരു സാഹചര്യം ഉണ്ടാവണം. സിനിമയ്ക്ക് തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് കയറുന്നത് സിനിമ കാണാൻ വേണ്ടിയിട്ടാണ്. സിനിമ കാണാൻ വേണ്ടിയിട്ട് കയറിക്കഴിഞ്ഞാൽ സിനിമ കണ്ടിട്ട് ഇറങ്ങി വന്നേക്കണം. കാശ് കൊടുത്തിട്ട് വിശക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വിൽക്കാൻ വെച്ചിരിക്കേണ്ട സാധനം തിന്നിട്ട് അവിടെ ഇരിക്കണം, സിനിമ കാണാൻ വരിക. അല്ലാതെ ക്യാമറ പൊക്കി പിടിക്കാനും അവര് എന്താണ് പറയുക വിലപ്പെട്ട സമയവും അവരുടെ എഫേർട്ടും ഒക്കെ വെച്ചിട്ട് ഒരു സിനിമ എടുത്ത് വെച്ചിട്ട് അത് ഉള്ളിൽ കയറിയിട്ട് ഒരു തൊലിഞ്ഞ ഫോണും തൂക്കി പിടിച്ചിട്ട് അതിലത്തെ പ്രധാനപ്പെട്ട സീനുകളൊക്കെ എടുക്കാനുള്ള റൈറ്റ്സ് ഒന്നും ഒരു പട്ടിക്കും ഇല്ല. അങ്ങനെ അതാ പറഞ്ഞ അത് മൊബൈൽ ക്യാമറ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് തന്നെ അത് തിയേറ്റർ അതോറിറ്റീസ് എന്താണ് അവരെന്തും പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്താണ് ആൾക്കാർ അതൊന്നും ആക്ഷൻ എടുക്കാത്തതെന്നുള്ളത്. തൂക്കി വെളിയിലാക്കണ്ടേ, അതൊന്നും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ന്യായത്തിനല്ലേ തൂക്കി വെളിയിലാക്കുന്നത്. വെളിയിലാക്കിയില്ലെങ്കിലും എന്താണ് മൊബൈൽ പൊക്കുന്ന ആൾക്കാരെ ബോൺ ചെയ്യാനും ഫോണ് പിടിച്ച് അവരുടെ പോക്കറ്റിലേക്ക് വെപ്പിക്കാനും പിന്നെ അവർ പോക്കറ്റിനുള്ളിൽ കൈയിടാതെയും ശ്രദ്ധിക്കാനുള്ള ഒരു മര്യാദ തിയേറ്ററുകാർ കാണിക്കണം. അത്രേ പറയുന്നുള്ളൂ. ഞാൻ ഡങ്കി കാണാൻ വേണ്ടി പോയ സമയത്ത് ഒരുത്തം വലിയ ജീപ്പിൽ വന്നതാണ്. അവനെ ഞാൻ കയറി വന്നപ്പോഴേ ശ്രദ്ധിക്കുന്നതാ. വലിയ ജീപ്പിലൊക്കെയാണ് മുമ്പിൽ വന്നിരിക്കണേ. ഇവൻ ഡങ്കി വന്നിട്ട് ഇത് ഇങ്ങനെ ഷൂട്ട് ചെയ്യുക ബാക്കിലിരുന്നിട്ട്. അങ്ങനെ പല സിനിമകൾക്കും ഉണ്ട്. പല സിനിമകളും ഇവരിങ്ങനെ ഷൂട്ട് ചെയ്യുമായിരുന്നിട്ട് എന്തിനാ ഈ ഷൂട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇത് ഷൂട്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് എന്തിനാ? എന്താ ഇടുന്നതിൻ്റെ ഇൻറ്റൻഷൻ? ഇത്രേ ഞാൻ പറയുന്നുള്ളൂ. ശരി എന്നാ.